ബിഗ് ബോസ് ഡേ 2 ആയിരുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ തൊട്ട് ഞാൻ ലൈവ് ആണെന്നുണ്ടായിരുന്നു. പ്രായമായിട്ടുള്ള കുറെ ആൾക്കാരെ കൊണ്ട് ഒരു കിൻഡർ ഗാർഡനിൽ കൊണ്ട് ഇട്ടാൽ എങ്ങനെ ഇരിക്കും, ഏകദേശം അതുപോലത്തെ പരിപാടിയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ഫുള്ളായിട്ട് വന്നത്. അതായത് രാവിലെ തൊട്ട് ഒരു വൈകുന്നേരം വരെ വൻ ശോകമായിരുന്നു. ചുമ്മാ കിടന്ന് അലപ്പും ബേളായിരുന്നു. ഈ കിൻഡർ ഗാർഡനിലൊക്കെ പിള്ളേരെ കൊണ്ടാക്കുമ്പോഴേക്കും അവർ കിടന്ന് അലക്കത്തില്ലേ, അതുപോലെ തന്നെ ആയിരുന്നു. അതായത് സ്ക്രീൻ സ്പേസിന് വേണ്ടി കിടന്നങ്ങ് അഭിനയിക്കുക ഓരോരുത്തർ. അഭിലാഷൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു വിഷയം ആരെങ്കിലും തമ്മിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി ബേളം വെക്കി. അഭിലാഷ് എന്നല്ല, പൊതുവെ മിക്ക എല്ലാവരും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ കൂടുതൽ കാണും. എന്നെ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ക്യാമറ എന്നെ തന്നെ ആയിരിക്കും, എൻ്റെ ഔട്ടായിരിക്കും പുറത്ത് പോണത്, ഞാൻ മാസ്സായിരിക്കും എന്നൊക്കെ രീതിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും അല്ല പുറത്ത് വരുന്നത്. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കുറെ കണ്ട് മടുത്തത് കൂടെ ആയിരുന്നു പ്രീവിയസ് സീസണിലും ബാക്കോട്ടൊക്കെ പോയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് ഷോ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന എല്ലാം നമ്മുടെ അനീഷ് തന്നെയാണ്. പക്ഷെ അനീഷ് പുള്ളിക്ക് ആവശ്യമില്ലാത്ത ഹൈപ്പ് കൊടുത്ത് എല്ലാവരും അനീഷിനെ കുറിച്ച് സംസാരിച്ച് അനീഷ് തന്നെ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുന്നുണ്ട്. പിന്നെ അനീഷിനോട് കൂടുതൽ അനീഷ് അത് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം കുറെ നാളിങ്ങനെ വെറുപ്പിച്ചിട്ട് അവസാനം എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇട്ടിട്ട് ആൾക്കാർ കൂടുതൽ ഈ ഇപ്പോൾ ഉള്ളത് മാറാനുള്ള രീതിയാണ് അനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് കൂടുതൽ ആൾക്കാർ, അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാവർക്കും അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട്. പിന്നെ ഈ ഇന്നത്തെ ദിവസത്തില് നമ്മളെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗസലായിരുന്നു. ഗസൽ അവരെ പെർഫോമൻസ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത്തും പിന്നെ ആരായിരുന്നു, ആര്യൻ അവരൊക്കെ ഒരു ടീമായിട്ട് പോയിട്ട് ഒരാൾക്കാരിങ്ങനെ ഓരോന്നും പറഞ്ഞ് കരയിക്കുക, അതൊക്കെ ആയിരുന്നു പരിപാടി. അങ്ങനെ ചെന്ന് കയറിയത് ഗസലിന്റെ അടുത്തായിരുന്നു. ഗസലാണെന്നുണ്ടെങ്കിൽ ഊപ്പാട് വരുത്തി വിട്ടായിരുന്നു. അത് പക്ഷേ ലൈവ് കണ്ടാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അത്രയ്ക്കും കിടിലായിരുന്നു ലൈവിനകത്ത്. എപ്പിസോഡ് അത്രയായിട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് ഈ ഗസൽ ഡേ ഫസ്റ്റ് തന്നെ അധികാരത്തും ബേളം വെക്കാനോ ഒന്നിനും ഒരു ആവശ്യമില്ലാത്ത കാര്യമൊക്കെ തലയിടാനൊന്നും പോയത്, മാറി ഇന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങാണെന്നുള്ളത്. സത്യത്തിൽ ഇത് ഗസലിന്റെ പ്ലേ ആയിരുന്നു കിടിലായിട്ടുള്ളത്. ബേസിക്കലി ഈ ബിഗ് ബോസിന്റെ പരിപാടി പറഞ്ഞാൽ കൂടുതൽ ബേളം വെക്കുക, ആവശ്യമില്ലാത്ത ആരെയൊക്കെ തലയിടുക, എന്തെങ്കിലും സീരിയസ് സിറ്റുവേഷൻ കോമഡി ആക്കുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് സ്ക്രീൻ സ്പേസ് ഇട്ടാൻ വേണ്ടി. പക്ഷെ ഇതൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് തന്നെ വന്ന് അടിച്ച് തൂക്കിപ്പോയ പരിപാടിയായിരുന്നു ഗസൽ കാണിച്ചു വെച്ചത്. സൂപ്പറായിരുന്നു. ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന കാര്യമൊക്കെ പോയിന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും അതൊക്കെ എല്ലാവരും കാണാൻ ചെയ്തുകൊണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് തൂക്കിയതും ഗസൽ തന്നെയായിരുന്നു. പിന്നെ ബിഗ് ബോസിന്റെ സൗണ്ട്, എന്തൊരു സൗണ്ട് ഇത്! ആരെ എനിക്കറിയുമ്പോൾ നമുക്കൊരു ബിഗ് ബോസുമായിട്ടൊരു കണക്ഷൻ കിട്ടുന്നില്ല. അതായത് ബിഗ് ബോസിന്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ കേട്ടിട്ടുള്ള സൗണ്ടുകളാണ്. ഇതിപ്പോൾ വേറെ ഏതോ സൗണ്ട് പോലെയാണ് തോന്നിയിട്ടുള്ളത്. ബിഗ് ബോസിന് തന്നെ വയ്യ. പിന്നെ പക്ഷെ ബിഗ് ബോസിന് ഇന്നത്തെ ടാസ്ക് കൊള്ളായിരുന്നു. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ശോകമായിരുന്നു. നൈറ്റ് കിട്ടിയ ടാസ്ക് അടിപൊളിയായിരുന്നു. അതായത് മറ്റേ ഉറക്കത്തിന്റെയും കട്ടിലിന് പുറത്ത് എവിക്ഷൻ ആവാനുള്ള പരിപാടി, അതൊക്കെ സൂപ്പർ പരിപാടിയായിട്ടായിരുന്നു ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ നമ്മുടെ നവീൻ എന്തോ എനിക്ക് നവീന്റെ ക്യാരക്ടർ കാണുമ്പം എവിടെയൊക്കെ പുള്ളി റിയാസിനെ പഠിച്ച് പ്രീവിയസ് കണ്ടസ്റ്റന്റ് റിയാസിനെ പഠിച്ചിട്ട് റിയാസിന്റെ മാനേഴ്സും ഒക്കെ ചെയ്ത്, അതായത് ഫുള്ളോടല്ല, ഒരു മീറ്റിങ്ങിനൊക്കെ വരുമ്പോഴേക്കും എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത് റിയാസിന്റെ ഇമിറ്റേറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അതല്ലാതെ നോർമലായിട്ട് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പല കണ്ടസ്റ്റന്റിന്റെ പല ഭാവങ്ങൾ പുള്ളി ഒപ്പിയെടുത്ത് ചെയ്യുന്നുണ്ട്. എനിക്കെന്തോ ഒരു ക്രാക്കായിട്ടുള്ളൊരു ഓവറാണ് പുള്ളി, ഒരു ക്രാക്ക് വെർഷനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. എന്നാലും മുന്നോട്ട് പോകുമ്പോൾ നോക്കാം എന്താണെന്നുള്ളത്. പിന്നെ ആരായിരുന്നു, രേണുസുതിക്കൊന്നും അധികം പറ്റിയിട്ടില്ല. ഇന്നലത്തെ ബേച്ച് നോക്കുമ്പോൾ ഇന്ന് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, വൈൽഡ് കാർഡ് എൻട്രി ഉടനെ ഉണ്ടാകുന്ന ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. അത് ആരായിരിക്കും എന്നുള്ളതും ഏകദേശം ഒരു ധാരണ ഉണ്ട്. ഞാൻ ആണാവില്ലെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ അലൻ ജോസ് പെരേര ആവാനാണ് സാധ്യത എന്നാണ് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. എത്രത്തോളം ശരിയുണ്ടെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു അണഞ്ഞ രീതിക്കാണ് ബിഗ് ബോസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാണാൻ ആൾക്കാർക്കും ഒരു ഇൻട്രസ്റ്റ് കുറവുണ്ട്. കാര്യം ഇതിനകത്തൊരു നല്ലൊരു പ്ലെയർ അല്ല, ഒരു മിനിമം ഒരു വൈൽഡ് കാർഡ് ഒരാൾ കയറി കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ഒരു ഗതി മാറത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ. പിന്നെ ഷാനവാസ് പുള്ളിയൊക്കെ അത് ഇന്നലത്തേൻ്റെയും അതേ തന്നെ പിടിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സീരിയൽ ബേസിലാണ് പുള്ളി സംസാരിക്കുന്നത് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളായിരുന്നു.
ഈ സീസണൊക്കെ പുള്ളി പറഞ്ഞേക്കുന്ന ഷാനവാസ് വന്നേക്കുന്നത് ഒരു സീരിയൽ ബേസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ സീരിയൽ ബേസിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ ഡ്രസ്സൊക്കെ കാണുന്നത് എന്തോ ബുദ്ധിമുട്ടാണ് എന്ന് വ്യക്തമായിട്ട് ഷാനവാസിന് അറിയാം. അതുകൊണ്ട് ഷാനവാസ് ആ രീതിക്ക് എടുത്ത് അവരെ കയ്യിലെടുക്കാൻ വേണ്ടി അങ്ങനെ ഡയലോഗ് അടിച്ച്, അതായത് ഈ ഡ്രസ്സുകളൊക്കെ ഇടാതെ നല്ല ഡ്രസ്സ് ഇട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് പറഞ്ഞത്. അതൊന്നും ബേസിക്കലി അയാളൊരു സ്ട്രാറ്റജിയാണത്. പിന്നെന്തായിരുന്നു? പിന്നൊന്നുമില്ല, ബാക്കി ഉള്ളത് പറയാം. ഉറക്കം വരുന്നു. ഓക്കെ, ബൈ.